अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिना सिरातल मुस्तकीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। अल्लाह ताला के फजल से അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ UK ജലസ സാലാന വളരെ സമീപസ്ഥമാണ്. ഇൻഷാ അല്ലാഹു തആല അടുത്ത വെള്ളിയാഴ്ചയോടുകൂടി ജൽസ സാലാന ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിവിധ വിഭാഗങ്ങളിൽ ഡ്യൂട്ടി ചെയ്യുന്നവർ മുൻപത്തെ പോലെ തന്നെ ഇപ്പോഴും വളരെയധികം സമയം നൽകുന്നു. ജൽസ സാലാനയുടെ തയ്യാറെടുപ്പിനായി വളരെയധികം അധ്വാനിക്കുകയും ത്യാഗങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ അനഹ്മദികളായി ഒരുപാട് അതിഥികൾ എല്ലാ വർഷവും വരുന്നു. ഒരു ചെറിയ പട്ടണം താത്കാലികമായി സ്ഥാപിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെടുന്നു. അതിൽ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. എന്നാൽ ഈ ജോലികളെല്ലാം തന്നെ 10-15 ദിവസം കൊണ്ടാണ് നടക്കുന്നത്. ചില അനഹ്മദികൾ മനസ്സിലാക്കുന്നത് ഈ ജോലി പ്രത്യേകമായ പരിശീലനം നേടിയ ചില വ്യക്തികളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് എന്നാണ്. അവരാണ് ഈ ജോലികൾ ചെയ്യുന്നത്. അതിന് വലിയ ഒരു തുക ചിലവഴിക്കുന്നുണ്ട്. എന്നാൽ അവരോട് ഇതെല്ലാം തന്നെ അഹ്മദി വോളണ്ടിയർമാരാണ് ചെയ്യുന്നത്. തങ്ങളുടെ സാധാരണ ജീവിതത്തിൽ ഇത്തരം ജോലികളുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതത്തിന് കാരണമായി തീരുന്നു. തീർച്ചയായും അല്പം പണം ചിലവഴിച്ച് അന്യരെ കൊണ്ടും ചില ജോലികൾ ചെയ്യിപ്പിക്കാറുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 70-75% ജോലികൾ ഈ വോളണ്ടിയർമാരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അതിൽ മുതിർന്ന പുരുഷന്മാരുണ്ട്, യുവാക്കളുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുമുണ്ട്. പിന്നീട് ജലസയുടെ ദിവസങ്ങളിലും ഈ വോളണ്ടിയർമാർ ജലസയുടെ ഈ മുഴുവൻ സംവിധാനത്തെയും നടപ്പിൽ വരുത്തുന്നു. ഒരു ആവേശത്തോടും ഉണർവോടും കൂടി നടപ്പിൽ വരുത്തുന്നു. നിർബന്ധിതാവസ്ഥയിലല്ല ഇത് നടപ്പിൽ വരുത്തുന്നത്. എല്ലാവിധത്തിലുള്ള ജോലിയും യാതൊരുവിധ കുറവുകളും ഇല്ലാതെ ചെയ്യുന്നത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം
അതിഥികളെ സേവിക്കണം എന്ന് खिदमत की। പറഞ്ഞതുകൊണ്ടാണ്. बस ഇത് ये बहुत बड़ा एजाज है ഈ ജോലികൾ उन लोगों के लिए। എല്ലാം തന്നെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ബഹുമതിയാണ്. करते चले जा रहे हैं ഇത് മുഴുവൻ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നു. और आसन रंग में ഏറ്റവും ഉത്തമമായ നിലയിൽ ചെയ്യുന്നു. हस्ब रवायत സാധാരണ രീതി അനുസരിച്ച് ജലസക്ക് ഒരാഴ്ച മുമ്പ് ഞാൻ വളണ്ടിയർമാരോട് അവരുടെ ജോലിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും अहमियत के बारे അതിഥി സൽക്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറയുകയും ഇതിലേക്ക് ശ്രദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് ഇതിനെക്കുറിച്ച് അല്പം പറയാം. കാരണം की याद यहाँ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ട് കൂടുതൽ ശ്രദ്ധ ഉണ്ടായിത്തീരുന്നു. ചില അവസരങ്ങളിൽ ചില സംഭവങ്ങളും ചില ഉപദേശങ്ങളും नया जो ഒരു പുതിയ ആവേശവും ഉണർവും ജനിപ്പിക്കുന്നു. ये खसूसियत ഈ പ്രത്യേകതയും ഇപ്പോൾ UK ജൽസ സാലനെ കൊണ്ട് और इस ഈ ജൽസക്കായി ജോലി ചെയ്യുന്ന വോളണ്ടിയർമാർക്കാണ് ഈ പ്രത്യേകതയും ഉള്ളത്. खास तौर പ്രത്യേകമായും इस मौजू पर അതിഥികൾക്കായി സേവനം ചെയ്യുന്നവർക്ക് വേണ്ടി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അതിഥികളെ സേവിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ അവരോട് പറയുന്നു. ये इसलिए ഇത് UK-യിൽ ജോലി ചെയ്യുന്ന വളണ്ടിയർമാരുടെ ആവേശത്തിലും ഉണർവിലും में कोई कमी है ഏതെങ്കിലും വിധത്തിലുള്ള और दुनिया കുറവുള്ളത് കൊണ്ടല്ല. ലോകത്തുള്ള മറ്റു രാജ്യങ്ങളിലെ വളണ്ടിയർമാർ കൂടുതൽ ആവേശത്തോടെ ജോലി ചെയ്യുന്നവരായതുകൊണ്ടും അല്ല, മറിച്ച് UK-യിലെ के ജലസയുടെ പ്രാധാന്യം ലോകത്തുള്ള മറ്റു രാജ്യങ്ങളിലെ की अहमियत से ജലസകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൂടുതലാണ്. അതായത് കഴിഞ്ഞ 27-28 വർഷമായി ये अहमियत ज्यादा ഈ പ്രാധാന്യം വളരെ അധികമാണ്. കാരണം ഈ ജലസ ഇപ്പോൾ ആഗോള ജലസയുടെ രൂപം സ്വീകരിച്ചിരിക്കുന്നു. ലോകത്തിലെ മറ്റേതെങ്കിലും രാജ്യങ്ങളിലെ ജൽസ സാലാനയിൽ കാലത്തിന്റെ ഖലീഫയുടെ സാന്നിധ്യം നിർബന്ധമല്ല. എന്നാൽ लेकिन यहाँ ഇവിടെ പാകിസ്ഥാനിൽ ജലസക്ക് വിലക്ക് ഏർപ്പെടുത്തിയതു മുതൽ ഇവിടെയാണ് ജലസ നടക്കുന്നത്. जल से मुनकिद हो रहे हैं പാകിസ്ഥാനിൽ पाकिस्तान में ജൽസക്ക് വിലക്ക് ഏർപ്പെടുത്തി. അഹമ്മദികളിൽ പാകിസ്ഥാനി അഹമ്മദികളുടെ ഭൂമി ഇടുങ്ങിയതാക്കിയതുകൊണ്ട് കാലത്തിന്റെ ഖലീഫയുടെ के यहाँ आने ഇവിടെയുള്ള ആഗമനവും फिलहाल UK-യെ അതായത് ലണ്ടനെ മർക്കസ് ആക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 27-28 വർഷമായി കാലത്തിന്റെ ഖലീഫയുടെ ഇതിൽ പങ്കെടുക്കൽ ഒരു അനിവാര്യ ഘടകമായി തീർന്നിരിക്കുന്നു. खलीफा वक्त की ഇത് കാരണം और इसी ലോകത്തിന്റെ കോണുകളിൽ നിന്ന് ജലസയിൽ പങ്കെടുക്കുന്നതിനായി അഹമ്മദികളും അനഹമ്മദികളും വരുന്നു. वजह जमाती मेहमान आते हैं ലോകത്തിലെ അഹമ്മദികളെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ അനഹമ്മദികളെ സംബന്ധിച്ചിടത്തോളവും मेहमानों के नजदीक UK-യിലെ ജൽസ സാലാന ഇപ്പോൾ UK-യിലെ ജൽസ സാലാന മാത്രമല്ല, जलसा सालाना മറിച്ച് ഞാൻ പറഞ്ഞതുപോലെ മർക്കസി ജൽസ സാലാനയാണ്. है जैसा कि मैंने कहा കാലത്തിന്റെ ഖലീഫയുടെ താമസം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിനുള്ള കാരണം. അതുകൊണ്ട് बस इस लिहाज से ഇവിടുത്തെ സംവിധാനവും इंतजामात में വിശാലമായി തീർന്നിരിക്കുന്നു. इंतजामात की वसत भी ज्यादा हो चुकी है ഇവിടെ വരുന്ന അതിഥികളുടെ यहाँ आने वाले പ്രതീക്ഷകളും मेहमान വളരെ അധികമായിരിക്കും. तवक्कुआत भी कुछ ज्यादा होती हैं അതുകൊണ്ട് തന്നെ എനിക്കും ഇവിടുത്തെ സംഘാടകർക്കും ചിന്ത കൂടുതലായിട്ടുണ്ടാവും. ज्यादा होती है അതിഥികളെ വേണ്ട വിധത്തിൽ അതിസൽക്കാരം നടത്തണം. मेहमान नवाजी ജലസയുടെ സംവിധാനങ്ങൾ ഉന്നതമായിരിക്കണം. हर लिहाज से सही हो അതിനുവേണ്ടി പരിശ്രമങ്ങളും നടക്കുന്നു. भी होती है कि ജലസയുടെ സംവിധാനങ്ങൾ ഏറ്റവും നല്ല നിലയിൽ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ की जा सकती ചെയ്തു തീർക്കുക. അതുകൊണ്ട് തന്നെ ചില അവസരങ്ങളിൽ बाज़ औक़ात ചിലവും बाज़ दफा കൂടുതലായി ഉണ്ടാകുന്നു. ज्यादा हो जाते हैं
UK ജമാഅത്തിന്റെ यूके जमात ബജറ്റ് ഇതിന് മതിയാകാതെ വരുന്നു. अमल नहीं होता എന്നാൽ या नहीं हो सकता। ജൽസ സാലാനയുടെ ബജറ്റിന്റെ ഭൂരിഭാഗവും UK ജമാഅത്ത് തന്നെയാണ് വഹിക്കുന്നത്. यूके എന്നിരുന്നാലും മർക്കസിനും लेकिन बहरहाल 30-35% ചില അവസരങ്ങളിൽ അതിൽ കൂടുതലായി ബജറ്റിൽ നൽകേണ്ടതായി വരുന്നു. मैं ഈ ചിലവുകൾ डालना पड़ता സ്വയം വഹിക്കേണ്ടതായി വരുന്നു. कुछ मरकज को ഇത് ഞാൻ പറയാനുള്ള കാരണം ചില പ്രകൃതക്കാർ बता रहा हूँ ചില അവസരങ്ങളിൽ പറയുന്നു UK ജമാഅത്തിന് हैं कि यूके जमात पर മർക്കസ് വളരെയധികം ഭാരം നൽകുന്നു. बोझ भी डाल देता है। എന്നാൽ ഇവിടെയുള്ള ജമാഅത്തുകളിൽ അധികവും यहाँ की जमात की ത്യാഗം ചെയ്യുന്നവരാണ്. ജലസയുടെ അനുഗ്രഹങ്ങൾ നിമിത്തം അവർ ആഗ്രഹിക്കുന്നത് इताअत की वजह से അവർ തന്നെ चाहती है അവരുടെ ചിലവുകൾ या चाहे വഹിക്കണം എന്നായിരിക്കും उम्मीद रखता എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ वही सब खर्च ചില അസ്വസ്ഥത പരത്തുന്നവർ അസ്വസ്ഥതയുണ്ടാക്കാൻ ശ്രമിക്കുന്നു. करने वाले പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ മർക്കസി ജലസയായതുകൊണ്ടും मरकजी जलसे മർക്കസും ഇതിൽ അല്പം मरकज भी ഭാഗം നൽകണം എന്ന് നിർബന്ധമായും കരുതുന്നു. अपना फर्ज समझता है कि कुछ ഏതായിരുന്നാലും യുകെയിലെ ജൽസ സാലാന मैं ये जिक्र कर रहा था ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഒരു മർക്കസി ജൽസ സാലാന दुनिया की नजर में എന്നാണ് जलसा है। इसलिए എന്ന് ഞാൻ പറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വളണ്ടിയർമാരുടെയും സംഘാടകരുടെയും ഉത്തരവാദിത്വവും വളരെ വർദ്ധിക്കുന്നു. എനിക്കിതിനെക്കുറിച്ച് വ്യാകുലത ഉണ്ടാകുന്നു. അതുകൊണ്ട് ജലസക്ക് മുമ്പായി ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. पहले വളണ്ടിയർമാർ എല്ലായ്പ്പോഴും ഓർക്കുക, कारकुनान ലോകത്തിലെ മുഴുവൻ അഹമ്മദികളുടെയും കണ്ണുകളും के दम അനഹമ്മദികളായി വരുന്നവരുടെ और इस हवाले से ഈ വിധത്തിൽ അഹമ്മദികളുമായി ബന്ധം സ്ഥാപിക്കുന്നവരുടെ കണ്ണുകൾ यानी गैरत जमात വിവിധ രാജ്യങ്ങളിൽ നിന്ന് ജൽസയിൽ പങ്കെടുക്കാനായി എത്തിയവർ അതിൽ ചിലർ നേതാക്കന്മാരായിരിക്കും, बाज कल പ്രധാനികളായിരിക്കും. हैं അവരുടെ എല്ലാവരുടെയും കണ്ണുകൾ ജലസയുടെ സംവിധാനത്തിലും വളണ്ടിയർമാരിലുമായിരിക്കും. और कार അതുകൊണ്ട് വളണ്ടിയർമാരുടെ രീതികളും इसलिए അവരുടെ ജോലിയുടെ രീതിയും അവരുടെ സ്വഭാവവും അവരുടെ അതിഥി സൽക്കാരത്തിന്റെ നിലവാരവും उनके अखलाक മനുഷ്യ കഴിവിന് അനുസരിച്ച് मयार ഏറ്റവും ഉന്നതമായിരിക്കണം. इंसानी इस्तेदादों के मुताबिक അതിനായി ഓരോ വളണ്ടിയർമാരും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വിവിധ ജോലികളിൽ നിശ്ചയിക്കപ്പെട്ടവർ തങ്ങളുടെ മുഴുവൻ പരിശ്രമവും പുറത്തെടുക്കേണ്ടതാണ്. अपनी भरपूर कोशिश करनी चाहिए और हमेशा എല്ലായ്പ്പോഴത്തെയും പോലെ പുറത്തുനിന്ന് വരുന്ന അതിഥികൾ ഇവിടുത്തെ खास तौर पर बाहर से ആതിഥേയരെ आने वाले പ്രശംസിച്ചിട്ടുണ്ടോ? ഈ വർഷവും कारकुनान അങ്ങനെ ഉണ്ടാവേണ്ടതാണ്. करते रहे हैं। ഈ നിലവാരം ഒരിക്കലും താഴാൻ പാടുള്ളതല്ല. എല്ലായ്പ്പോഴും പരിശ്രമിക്കേണ്ടതാണ് അത് ഉയർത്തുന്നതിനായി. कभी गिरने മറിച്ച് बल्कि हर साल मयार बुलंद होना चाहिए। എല്ലാ വർഷവും ഈ നിലവാരം ഉയരേണ്ടതാണ്. വിശ്വാസിയുടെ കാലുകൾ പിന്നോട്ടല്ല, മറിച്ച് മുന്നോട്ട് തന്നെയാണ് आगे बढ़ता चला കുതിക്കുന്നത്. എല്ലായ്പ്പോഴും പുരോഗതിയിലേക്ക് പോകേണ്ടതാണ്. അതിഥി സൽക്കാരം എന്നത് ഒരു സാധാരണ ഗുണമോ പ്രവൃത്തിയോ അല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ച ഒരു നന്മയാണ്. നന്മയിൽ മുന്നേറാൻ മുഅ്മിനീങ്ങൾക്ക് കൽപ്പനയുണ്ട്. और मोमनों ഒരു അതിഥി സൽക്കാരം സാധാരണ ഒരു ഭൗതികനായ വ്യക്തിയും ചെയ്യുന്നു. സൽസ്വഭാവിയായ ഓരോരുത്തരും അത്തരം അതിഥി സൽക്കാരം നടത്തുന്നു. आम दुनियादार भी करते हैं। അതിന് വളരെയധികം പ്രാധാന്യം നൽകുന്നു. ऐसे में हमारे അള്ളാഹുവിന്റെ സൃഷ്ടിയോട് ചെയ്യുന്ന സേവന നിമിത്തം അത്തരം വ്യക്തി തീർച്ചയായും പ്രതിഫലത്തിന് അർഹനായിരിക്കും. എന്നാൽ ഒരു പ്രവൃത്തി പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടി ചെയ്യുമ്പോൾ नजदीक होता हो തന്റെ വ്യക്തിപരമായ അതിഥിയല്ല, एक अमल പ്രിയപ്പെട്ട ഒരു ബന്ധുവല്ല, ഏതെങ്കിലും വിധത്തിലുള്ള ഭൗതിക ഉദ്ദേശമില്ല, മറിച്ച് സ്വയേച്ഛയെ വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി അതിഥി സൽക്കാരം നടത്തുമ്പോൾ തീർച്ചയായും അത്തരം അതിഥി സൽക്കാരം അള്ളാഹുവിന്റെ പക്കൽ 2 ഇരട്ടി പ്രതിഫലത്തിന് കാരണമായിത്തീരുന്നു. तो फिर यकीनन ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹു വിശുദ്ധ ഖുർആനിലും दोहरा अजर पाने वाली होती है।
അതിഥി സൽക്കാരത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ സംഭവം വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അതിഥി സൽക്കാരത്തിന്റെ പ്രത്യേകതയും അള്ളാഹു പ്രത്യേകമായും എടുത്തു പറഞ്ഞിട്ടുണ്ട്. के वाकया बयान അതിഥികൾ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രവർത്തനം തന്നെ को भी अल्लाह ताला ने യാതൊരുവിധ ഔപചാരികതയുമില്ലാതെ के मेहमान के അവർക്കായി ഭക്ഷണം കൊണ്ടുവന്നു നൽകി. पहला काम जो उन्होंने किया वो ये था അവിടെ ഉണ്ടായിരുന്ന സംവിധാനം അനുസരിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി വഹി ഉണ്ടായപ്പോൾ मुताबिक അവിടുന്ന് हजरत सल्लल्लाहु अलैहि वसल्लम അതിനെക്കുറിച്ച് ഭയപ്പെട്ടു. जब पहली वही हुई ഹദ്റത്ത് ഖദീജ റളിയല്ലാഹു തആല അൻഹ അങ്ങയുടെ വാക്കുകൾ കേട്ട് खौफ पैदा हुआ। പെട്ടെന്ന് അവിചാരിതമായി अनहा അങ്ങയുടെ ഏതെല്ലാം പ്രത്യേകതകളെ കുറിച്ചാണോ പറഞ്ഞത് പറഞ്ഞു. आप ഈ പ്രത്യേക ഗുണങ്ങളുള്ള ആളെ അള്ളാഹു എങ്ങനെ പാഴാക്കി കളയാനാണ്, और कहा അദ്ദേഹത്തോട് എങ്ങനെ അനിഷ്ടം പ്രകടിപ്പിക്കാനാണ്. ताला किस तरह जायज ഹദ്റത്ത് ഖദീജ റളിയല്ലാഹു തആല അൻഹ किस तरह नाराज हो सकता പറഞ്ഞ उनमें से एक അതിലെ ഒരു ഉന്നത ഗുണം खदीजा रज़ी अल्लाह अन्हा പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥി സൽക്കാരമായിരുന്നു. मेहमान അതുകൊണ്ട് അതിഥി സൽക്കാരം എന്നത് ഒരു സാധാരണ കാര്യമല്ല, പ്രവാചകന്മാരുടെ ഗുണങ്ങളിലെ ഒരു ഗുണമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രത്യേകമായും നൽകിയിരിക്കുന്ന ജോലികളിൽ ഒരു പ്രധാന ജോലി इस्लाम को तो खास तौर पर അതിഥി സൽക്കാരമാണ്. उनमें से एक अहम काम പറഞ്ഞിരുന്നു, नवाजी का भी है। അതിഥികൾ വരും, അതുമൂലം പരവശനാവുകയോ ക്ഷീണിക്കുകയോ ചെയ്യരുത്. ना परेशान हो ജമാഅത്ത് ഒരു ഭാഗത്ത് ജമാഅത്ത് എന്ന നിലക്കും ജമാഅത്തിലെ ഓരോ വ്യക്തിയും ഈ പ്രധാന നിർബന്ധ കടമയുടെ ഉത്തരവാദികളാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിഥികളെ ഏത് വിധത്തിലാണ് ബഹുമാനിച്ചിരുന്നത്, ഏത് വിധത്തിലാണ് അവർ ശ്രദ്ധിച്ചിരുന്നത്, അതിന്റെ പ്രകടനം ഒരു സംഭവത്തിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. मेहमान की किस तरह इज्जत अफजाई ഒരിക്കൽ അവിടുന്ന് രോഗിയായിരുന്നു, ആരോഗ്യം വളരെ മോശമായിരുന്നു. അതിഥികൾ വന്നു എന്നറിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് പുറത്തു വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് എനിക്ക് പുറത്തു വരാൻ കഴിയുമായിരുന്നില്ല, എന്നാൽ അതിഥികൾക്ക് അവകാശമുണ്ട്, അതിഥികൾ ബുദ്ധിമുട്ടിയാണ് വരുന്നത്, അതുകൊണ്ട് ഞാൻ ഈ അവകാശം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. तशरीफ ले आए और फरमाया ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമക്ഷത്തിൽ വന്നിരുന്ന അതിഥികൾ मान का क्योंकि हक होता है അവിടുത്തെ സഹവാസത്തിൽ നിന്ന് അനുഗ്രഹം സ്വായത്തമാക്കുന്നതിന് വേണ്ടിയാണ് വന്നിരുന്നത്. करने के लिए बाहर आ गया। അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരമാണ് വന്നിരുന്നത്. അവിടുന്ന് വീണ്ടും വീണ്ടും പറയുമായിരുന്നു, എന്റെ പക്കൽ വരിക. ഇന്ന് വരുന്ന നമ്മുടെ അതിഥികൾ അവരും ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിന്റെ കൽപ്പനയനുസരിച്ച് फैज पाने के लिए അദ്ദേഹത്താൽ സ്ഥാപിതമായ തർബിയത്തി और आपके हुक्म से ही आते थे। സംവിധാനത്തിൽ നിന്ന് പ്രയോജനമെടുക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. आज ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തുടക്കം കുറിച്ച ജൽസയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. हुक्म से കഴിവുള്ള आपके कायम करदा ജമാഅത്ത് അംഗങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നതിനായി नाम से फायदा उठाने के വരണമെന്ന് അവിടുന്ന് ഉപദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന അതിഥികൾ ഈ വിധത്തിൽ ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ അതിഥികളാണ്. ഈ അതിഥികളെ പൂർണ്ണമായും സേവിക്കുക എന്നത് बात को നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബഹുമതിയാണ്. इसमें शामिल होने की नसीहत फरमाई। बस ഓരോ വോളണ്ടിയർമാരെ സംബന്ധിച്ചും ഒരു പാരിതോഷികമാണ്. सलातो അവർക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. एजाज ഏതെല്ലാം പ്രതീക്ഷകളുമായാണോ അവർ വരുന്നത് അത് പൂർത്തിയാക്കുന്നതിനായി പരിശ്രമിക്കുക. ജലസയുടെ അതിഥികൾ പൊതുവിൽ ജൽസക്കായി ഏതാനും ദിവസങ്ങൾക്കായാണ് വരുന്നത്, അതിനുശേഷം തിരിച്ചു പോകുന്നു. മർക്കസി ജൽസ ആയത് കാരണം ഞാൻ പറഞ്ഞതുപോലെ ലോകത്തിലെ കോണുകളിൽ നിന്ന് അതിന് വരുന്നു. जलसे पर आने वाले റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തങ്ങളുടെ അതിഥികൾക്ക് അവരുടെ അനുവദനീയമായ അവകാശം നൽകുക. ഈ അനുവദനീയമായ അവകാശം എന്ന് പറയുന്നത് അവിടുന്ന് പറഞ്ഞു 3 ദിവസത്തെ ഏതാനും ദിവസത്തെ അതിഥി സൽക്കാരമാണ്. എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥി സൽക്കാരത്തിന്റെ मेहमान നിലവാരം എന്തായിരുന്നു? അത് ഏതാനും ദിവസത്തെ അതിഥി സൽക്കാരമായിരുന്നില്ല, മറിച്ച് സ്ഥിരമായ അതിഥി സൽക്കാരമായിരുന്നു. मेहमान नवाजी है, लेकिन റിവായത്തിൽ വരുന്നു, के ദീൻ പഠിക്കുന്നതിന് വേണ്ടി എല്ലായ്പ്പോഴും
अपने मयार क्या थे। റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിൽക്കൽ കിടന്നിരുന്ന ആളുകൾ ഒരു കണക്കിന് അവർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരമായ അതിഥികളായിരുന്നു. അവരുടെ ആവശ്യങ്ങളെ പ്രകാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ശ്രദ്ധിച്ചിരുന്നത്. അവരെ എങ്ങനെയാണ് പരിഗണിച്ചിരുന്നത്? മാലിക് ഇബ്നു അബി ആമിർ ഒരു ദീർഘമായ റിവായത്ത് നിവേദനം ചെയ്യുന്നു. അതിൽ അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, ഒരാൾ തൽഹ ഇബ്നു ഉബൈദുല്ലായുടെ പക്കൽ പോയി എന്നിട്ട് പറഞ്ഞു, അല്ലയോ അബു മുഹമ്മദ്, താങ്കൾ ആ യമാനിക്കാരന്റെ അതായത് ഹസ്രത്ത് അബൂ ഹുറൈറയെ കാണുന്നില്ലയോ? അദ്ദേഹം ഏറ്റവും കൂടുതലായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അറിയുന്നവനാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് താങ്കളിൽ നിന്ന് പോലും കേൾക്കാൻ സാധിക്കാത്ത ഹദീസുകൾ കേൾക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ട് അവിടുന്ന് പറഞ്ഞു, ഇതിൽ യാതൊരു സംശയവുമില്ല, അദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനുള്ള കാരണം ഇതാണ്, അദ്ദേഹം മിസ്കീനായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം റസൂൽ തിരുമേനിയുടെ അതിഥിയായി നിൽക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ കൈ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈക്കൊപ്പമായിരുന്നു. ഞങ്ങൾ അനേകം വീടുകളുള്ളവരും സമ്പന്നരുമായിരുന്നു. ഞങ്ങൾ റസൂൽ തിരുമേനിയുടെ അടുത്ത് ചിലപ്പോൾ രാവിലെയോ വൈകുന്നേരമോ പോകുമായിരുന്നു. ഈ ആളുകളായിരുന്നു ദുനിയാവിനേക്കാൾ ദീനിന് പ്രാധാന്യം നൽകിയവർ. അവരെല്ലാം തന്നെ വിസ്മരിച്ചു കളഞ്ഞു. അങ്ങനെ റസൂൽ തിരുമേനിയുടെ സ്ഥിരമായ അതിഥികളായിത്തീർന്നു. ഈ അതിഥി സൽക്കാരത്തെ കുറിച്ചും റിവായത്ത് കാണാം. ഏതു വിധത്തിലാണ് അവരുടെ അവസ്ഥ ഉണ്ടായിരുന്നത്? അതിഥികൾക്ക് യാതൊരു വിധത്തിലുള്ള ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല, മറിച്ച് അവർ അവിടെ കിടക്കുന്നവരായിരുന്നു. അതിഥി സൽക്കാരത്തിന്റെ ഉത്തരവാദിത്വം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുമായിരുന്നു. ഹസ്രത്ത് അബൂ ഹുറൈറയെ കുറവ് പറയുകയുണ്ടായി. ഹസ്രത്ത് അബൂ ഹുറൈറയെ കുറിച്ച് പറയുകയുണ്ടായി. അദ്ദേഹത്തെ കുറിച്ച് റിവായത്തിൽ വരുന്നു, ഒരിക്കൽ അദ്ദേഹം ഒരുപാട് ദിവസത്തെ പട്ടിണി കാരണം ബുദ്ധിമുട്ടിലായിരുന്നു. ഒരു വലിയ റിവായത്താണ്. അവസരത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ വീട്ടിലേക്ക് പോയി. കൂടാതെ അബൂ ഹുറൈറയും ഉണ്ടായിരുന്നു. അവിടെ വീട്ടിൽ എവിടെ നിന്നോ അല്പം പാൽ സമാനമായി ലഭിച്ചിരുന്നു. അവിടുന്ന് അതത്ത് അബൂ ഹുറൈറയോട് പറഞ്ഞു, പോവുക, എല്ലാ അസ്ഹാബ് സുഫക്കാരെയും വിളിച്ചു കൊണ്ടുവരിക. പട്ടിണിയു മൂലം അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരുന്നു. പറയുന്നു, ഞാൻ പോയി പിന്നീട് ഞങ്ങൾ വൃത്താകൃതിയിൽ എല്ലാവരും ഇരുന്നു. എന്നിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇത് വലതു ഭാഗത്ത് നിന്ന് ഇവർക്ക് ഈ പാൽ കുടിപ്പിക്കുക. അദ്ദേഹം സ്വയം വിവരിക്കുന്നു, വിഷമം മൂലം എന്റെ അവസ്ഥ ഇതായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിരുന്നത് പാലിന്റെ ആദ്യത്തെ അവകാശം ഞാൻ തന്നെയാണ് എന്നാണ്. ഞാൻ പാൽ വിതരണം ചെയ്യുന്നതനുസരിച്ച് ഓരോ വ്യക്തിക്കും കൊടുക്കുമ്പോൾ എന്റെ ഹൃദയം പതറിയിരുന്നു. ഇത് കഴിഞ്ഞ് പോവുകയും ഞാൻ പട്ടിണിയാവുകയും ചെയ്യും. വിഷമം മൂലം ഇത്രമാത്രം ദുഃഖമുണ്ടായിരുന്നു. ഏതായിരുന്നാലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഒന്ന് രണ്ട് കബിൾ കുടിച്ചിരുന്നു. ബർക്കത്തുണ്ടായിരുന്നു. ആ ബർക്കത്ത് കൊണ്ട് എല്ലാവരും ആ പാൽ കുടിച്ചു. ഇതായിരുന്നു ആ അതിഥികൾ. ഈ വിധത്തിലാണ് അതിഥി സൽക്കാരം നടന്നിരുന്നത്. റസൂൽ തിരുമേനി സ്വയം തന്നെ കുറിച്ച് പോലും ശ്രദ്ധിക്കുമായിരുന്നില്ല, മറിച്ച് ഇവരെയാണ് ആദ്യം ശ്രദ്ധിച്ചിരുന്നത്. ഇവർ ദീൻ പഠിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ സർവസ്വവും ത്യജിച്ചിരുന്നവരായിരുന്നു. സ്ഥിരമായ അതിഥികളായിരുന്നു. ഇന്ന് നമ്മുടെ പക്കൽ ഈ വിധത്തിലുള്ള സ്ഥിരമായ അതിഥികൾ ഒന്നും തന്നെയില്ല. എന്നാൽ മതപരമായ ലക്ഷ്യത്തിനായി, മതം പഠിക്കുന്നതിനായി വരുന്ന അതിഥികൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അവരെ പൂർണ്ണമായ നിലയിൽ നൽകുക എന്നതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജൽസകളിൽ പങ്കെടുക്കുകയും ദീനി ഉദ്ദേശം തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്.
ദീൻ പഠിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിമും മുഅ്മിനും ആയിത്തീരുന്നതിനു വേണ്ടി खिदमत करना हमारा फर्ज है। ഈ അതിഥികളെ സേവിക്കുക എന്നത് നമ്മുടെ ഒരു നിർബന്ധ കടമയാണ്. अलावा അള്ളാഹുവിന്റെ കൽപ്പന എന്നത് കൂടാതെ റസൂൽ തിരുമേനിയുടെ സുന്നത്ത് കൂടിയാണ്. സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കൽപ്പനയുമുണ്ട്. ताला के हुक्म है। ഈ കാലഘട്ടത്തിൽ ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രധാന ജോലി ഏൽപ്പിച്ചിരിക്കുന്നു. അതിഥികൾ मैंने कहा हज़रत मसीह मौद अलैहिस्सलाम അതിഥികളുടെ പൂർത്തീകരണത്തിനായി के मेहमानों की मेहमानवाजी करो। അവിടുത്തെ എല്ലാവിധത്തിലുള്ള സഹായിയായി തീരുന്നതിനായി നാം बस അത് यहाँ से भी അതിഥി സൽക്കാരത്തിന്റെ मसीह मौद अलैहिस्सलाम ഏതൊരു ഉത്തരവാദിത്തപ്പെട്ട ആളാണോ നമ്മിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നത് അത് ഏറ്റവും ഉത്തമമായ നിലയിൽ നിറവേറ്റണം. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ അതിഥി സൽക്കാരത്തിന്റെ ഒന്നോ രണ്ടോ സംഭവങ്ങൾ കേൾപ്പിക്കാം. ഒരു പക്ഷെ മുമ്പ് കേട്ടിരിക്കാം. എന്നാൽ ഒരു പ്രാവശ്യം ഇത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മനോഹര വശം ഉയർന്നു മുന്നിൽ വരുന്നു. വളണ്ടിയർമാർക്ക് ചില സംഭവങ്ങളിൽ പാഠങ്ങൾ ഉണ്ടായിരിക്കും. ചില സമയങ്ങളിൽ സമയക്കുറവ് കാരണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണനിമിത്തം ജോലി ചെയ്യുന്ന വളണ്ടിയർമാർക്ക് തൃപ്തി ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് അതിഥികൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ മുമ്പിൽ അവർക്ക് മോശമായി ഇരുന്ന വാക്കുകൾ പറയുന്നു. एक नया पहलू उभर के सामने आता है। कारकुनान के लिए बाज वाक़यात में सबक भी होता है। ജലസയുടെ സമയവും നമസ്കാരം നടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അവർ കൂടുതൽ ധൃതി കൂട്ടുന്നു. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ പന്തലിൽ വളണ്ടിയർമാർ ധൃതി കൂട്ടുന്നു. അതിഥികൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നതിന് വേണ്ടി. ഞാൻ വിവരിക്കാൻ ഉദ്ദേശിച്ച സംഭവത്തിൽ ഭക്ഷണം കഴിപ്പിക്കുന്ന വളണ്ടിയർമാർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണം അല്ലെങ്കിൽ അവരുടെ നിലവാരം എത്രമാത്രമായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഹദ്റത്ത് മിയ ഖൈറുദ്ദീൻ സാഹിബ് സേഖ്വാനി വിവരിക്കുന്നു, ഒരിക്കൽ ഞാൻ എന്റെ ഗ്രാമം സേഖ്വാനിൽ നിന്ന് കാദിയാൻ ഷരീഫിൽ എത്തിച്ചേർന്നു. ഞാൻ ഗോൾക്കമരയുടെ അടുത്ത് എത്തിയപ്പോൾ ഹസ്രത്ത് സാഹിബ് സഹാബാക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഞാൻ അടുത്തുപോയി സലാം പറഞ്ഞു. ഹുസൂർ അങ്ങേയും സന്തോഷത്തോടു കൂടി പറഞ്ഞു, വന്നാലും മിയ ഖൈറുദ്ദീൻ സാഹിബ് ഭക്ഷണം കഴിച്ചാലും. ഞാൻ അപ്പോൾ ഭക്ഷണം കഴിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ഹുസൂർ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പറഞ്ഞു, അല്ല ഭക്ഷണം കഴിച്ചാലും. ഞാൻ ഇരുന്നു. ജനങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം നിർത്തിയിരുന്നു. എനിക്ക് വേണ്ടി ഹുസൂർ പരിശ്രമിച്ച് റൊട്ടിയും കറിയും നൽകി. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ചെറിയ കുട്ടിയായിരുന്നു. ഹുസൂറിന്റെ കൂടെ ഭക്ഷണത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കറിയുടെ പാത്രവും എന്റെ മുന്നിൽ വെച്ച് തന്നു. ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഏതാനും ഉരുളകളെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഖലീഫ അവലിന്റെ റസായി സഹോദരനായ മിയാ ഗുലാം മുഹ്യിദ്ദീൻ സാഹിബ് സവറയിൽ നിന്ന് പാത്രങ്ങളും കറിയും എടുക്കാൻ തുടങ്ങി. പറയുന്നു, ധൃതിക്കിടയിൽ എന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു പാത്രവും എടുത്തു. ഹുസൂറിന്റെ ദൃഷ്ടി അതിലേക്ക് പതിഞ്ഞപ്പോൾ വളരെ ശക്തമായ ഭാഷയിൽ ഗുലാം മുഹ്യിദ്ദീൻ സാഹിബിനെ താക്കീത് ചെയ്തു. അദ്ദേഹം പരവശനായി, താങ്കൾ എന്തിനാണ് ഇദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നും പാത്രം എടുത്തത്? പറയുന്നു, ഹുസൂർ അത് സാരമില്ല എന്ന് പറയാനുള്ള കരുത്ത് എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് മതിയായി, എനിക്ക് വിശപ്പില്ല. ആ പാവം പാത്രം എന്റെ മുന്നിൽ വെച്ചു. ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് വരെ സവറ എടുത്തേക്കൂ. ഞാൻ ഏതാനും ഉരുള കഴിച്ചതിന് ശേഷം പറഞ്ഞു, സവറ എടുത്താലും. അപ്പോഴാണ് അത് എടുത്തത്. ഈ ഒരു സ്വഭാവം അതിഥി ഭക്ഷണം കഴിക്കുമ്പോൾ അത് സുഖമായി കഴിക്കാൻ അനുവദിക്കേണ്ടതാണ്. നമസ്കാരത്തിന്റെയോ ജലസയുടെയോ സമയമായാൽ വളണ്ടിയർമാർക്കും ധൃതിയായിരിക്കും. തർബിയത്ത് വിഭാഗവും അവരവിടെ നിന്ന് പെട്ടെന്ന് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കും.
ये भी फरमाया അതുകൊണ്ട് ഭക്ഷണത്തിന് കുറച്ചധികം സമയം നൽകുകയും ഇനി പ്ലേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് സാധാരണ സമാധാനത്തോടെ കഴിക്കാൻ അനുവദിക്കണം. നമസ്കാരത്തിന് ഇത്ര സമയം ബാക്കിയുണ്ട്, ജലസയ്ക്ക് ഇത്ര സമയം ബാക്കിയുണ്ട് എന്ന് പറയാം. कि मेहमान और खाना खा रहा है तो उसको आराम से खाने देना चाहिए. अगर नमाज या जलसे का वक्त करीब हो है, कारकुनों को भी जल्दी होती है और എന്നാൽ ആരെയും പിന്നിൽ കൂടി പെട്ടെന്ന് जल्दी उनको निकाला जाए, പ്ലേറ്റുകൾ എടുക്കുകയാണെങ്കിൽ मिलना चाहिए पहले ही. അതിഥി സൽക്കാരത്തിന് ഉത്തരവാദിത്വം നിറവേറ്റപ്പെടുന്നതല്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥി സൽക്കാരത്തിന്റെ നിലവാരം ये बता दिया എന്തായിരുന്നു कि नमाज में എന്ന് നിങ്ങൾ കണ്ടു. या എന്നാൽ തന്നെ വിശ്വസിക്കുന്നവരിൽ നിന്ന് ഏതു വിധത്തിലുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്, അത് നാം ഇന്നും ശ്രദ്ധിക്കേണ്ടതാണ്. അതിന്റെ പ്രകടനം അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് ലഭിക്കും. പറയുന്നു, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നു, ഒരതിഥിക്കും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നല്ല, ഇതിനായി എല്ലായ്പ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു. ഏതുവരെ സാധിക്കുമോ അതിഥിക്ക് സുഖം പ്രദാനം ചെയ്യുക. അതിഥിയുടെ ഹൃദയം ഒരു കണ്ണാടി പോലെ ദുർബലമായിരിക്കും, ഒരു ചെറിയ തട്ടുകൊണ്ട് പൊട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ മുമ്പ് തന്നെ സംവിധാനം ഒരുക്കിയിരുന്നു അതിഥികളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ. എന്നാൽ എന്നു മുതലാണോ രോഗം കൂടുതലാകുകയും പ്രത്യേകം ഭക്ഷണം കഴിക്കേണ്ടി വരികയും ചെയ്തപ്പോൾ അത് കൃത്യമായി നടന്നില്ല. അതോടൊപ്പം അതിഥികളുടെ ആതിഥ്യവും ഇത്രമാത്രം मेहमानों को आराम ആയി സ്ഥലം മതിയാകാതെ വന്നിരിക്കുന്നു. അതുകൊണ്ട് നിർബന്ധിതാവസ്ഥയിൽ അകൽച്ചയുണ്ടായി. തങ്ങളുടെ टूट जाता है. ബുദ്ധിമുട്ടുകൾ बेशतर मैंने അറിയിക്കാൻ ഓരോരുത്തരും നമ്മുടെ ഭാഗത്ത് നിന്ന് के साथ खाना അവർക്ക് അനുവാദമുണ്ട്. ചിലർ രോഗികളായിരിക്കും, അവർക്കായി പ്രത്യേകം ഭക്ഷണം തയ്യാറാക്കാൻ फिर वो സാധിക്കും. इंतजाम न रहा. साथ ही मेहमानों की कसरत इस कदर हो गई कि जगह काफी ना होती थी, इसलिए वह मजबूरी अलहदगी ഈ നിർദ്ദേശത്തിൽ ശ്രദ്ധിച്ച കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. को पेश कर दिया ഓരോ വളണ്ടിയറും ഈ കാര്യം മുന്നിൽ വെക്കേണ്ടതാണ്. कि अलग खाने का इंतजाम हो सकता है. इस इरशाद में जिन बातों की तरफ हमने तवज्जो दिलाई है, കേവലം ഭക്ഷണം കഴിക്കുന്ന വളണ്ടിയർമാരല്ല, മറിച്ച് എല്ലാ വളണ്ടിയർമാരും ആർക്കാണോ रखना चाहिए. ജലസയുമായി പല വിധത്തിലുമായി ഏതെങ്കിലും വിധത്തിൽ അവർക്ക് ബന്ധമുണ്ടെങ്കിൽ അവർക്കുള്ള ഉപദേശമാണിത്. ഒന്നാമത്തെ കാര്യമായി പറഞ്ഞു, उसके लिए इसमें नसीहत है. കഴിയുന്നിടത്തോളം അതിഥികൾക്ക് സുഖസൗകര്യം ഒരുക്കി കൊടുക്കുക. അതിഥികൾക്ക് സുഖസൗകര്യം എത്തിക്കൽ കേവലം ഭക്ഷണം കഴിപ്പിക്കൽ खाना खिलाने മാത്രം ഒതുങ്ങുകയില്ല. അതിൽ വരുന്ന അതിഥികളുടെ താമസ സൗകര്യവുമുണ്ട്. ട്രാഫിക് കൺട്രോളിലേക്കും ट्रैफिक कंट्रोल और पार्किंग के बेहतर इंतजाम की तरफ भी इशारा है, क्योंकि इससे भी मेहमानों को പാർക്കിങ്ങിന്റെയും ഉന്നത और शिकायत आती रहती हैं സംവിധാനം कि बड़ी എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം ചില സമയങ്ങളിൽ അതിഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. सर्विस चलाई गई उसमें പരാതികൾ ചില സമയങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. लेट हो गए इस तरह की. बहरहाल इसी तरह गुसलखानों और टॉयलेट्स ഒരുപാട് ദൂരെ നിന്ന് വരേണ്ടി വന്നു. चाहिए अच्छा इंतजाम കാർ പാർക്കിംഗ് വളരെ ദൂരത്തിലായിരുന്നു. അവിടെ നിന്ന് गुज़श्ता साल की कमियों को सामने रखकर ये इंतजाम ഉണ്ടായിരുന്ന ബസ് സർവീസ് സ്ഥിരമായി ഉണ്ടായിരുന്നില്ല, താമസിച്ചു. അതുപോലെ കുളിമുറിയുടെയും ടോയ്ലറ്റിന്റെയും നല്ല സംവിധാനം ഉണ്ടായിരിക്കണം. വൃത്തിയിലേക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കണം. കഴിഞ്ഞ വർഷത്തെ കുറവുകളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കണം. ടിക്കറ്റ് ചെയ്ത് വ്യവസ്ഥ इसी तरह छोटे बच्चों वाली माओं को भी बेहतर इंतजाम होना चाहिए ताकि जल्दी जल्दी गुजर जाएं, खासतौर पर बारिश या तेज धूप में. फिर एक ये बात भी आपने इसमें फरमाई കടന്നു പോകുന്നതിനുള്ള പ്രത്യേകം സംവിധാനം ഉണ്ടാവണം. അവർക്കധികം കാത്തിരിക്കേണ്ടതായി വരരുത്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളും ഉള്ള മാതാക്കൾക്കും പ്രത്യേകം സംവിധാനം ഉണ്ടാകണം. പെട്ടെന്ന് കടന്നു പോകുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് മഴയും ശക്തമായ വെയിലും ഉള്ളപ്പോൾ. മറ്റൊരു കാര്യം ഇവിടുന്ന് പറഞ്ഞത്, ഇത് എല്ലാവർക്കുമായി ബന്ധപ്പെട്ടതാണ്. मुहैया की जाए. അതിഥിയുടെ ഹൃദയം കണ്ണാടി പോലെ ലോലമാണ്. फिर भी अगर कोई ഒരു ദുർബല ഹൃദയത്തെ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ്. और ऐसी बात करता है जो मुनासिब नहीं, तो कारकुनान का അഥവാ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, സ്ഥിരമായ ना कि സൗകര്യം ഒരുക്കുന്നില്ല എങ്കിൽ പൊതുവിൽ പരാതി ഉണ്ടായിത്തീരുന്നതാണ്. എന്നാൽ आगे करें ഇതെല്ലാം ഉണ്ടായിട്ടും
ഏതെങ്കിലും അതിഥി തന്റെ പ്രകൃതം കൊണ്ട് പരാതി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉചിതമല്ലാത്ത കാര്യം പറയുകയാണെങ്കിൽ ക്ഷമയോടും ധൈര്യത്തോടും കൂടി സഹിക്കുക എന്നത് इसी तरह सिक्योरिटी बड़ी जरूरी है। വലിയായിട്ടുള്ള ഒരാളുടെ ജോലിയാണ്. മറിച്ച് ഉത്തരം നൽകുകയല്ല ചെയ്യേണ്ടത്. जो की जरूरत है, लेकिन ऐसा अंदाज अख्तियार किया जाए कि किसी के जज्बात को अंगेख न करे, कोई बुरा न मनाए इससे। പ്രത്യേകിച്ച് സെക്യൂരിറ്റി ജോലി ചെയ്യുന്നവർ सब संजीदा हो, സ്നേഹത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഡിസിപ്ലിൻ അനിവാര്യമാണ് പന്തലിനകത്തും പുറത്തും. അതുപോലെ തന്നെ സെക്യൂരിറ്റിയും वहाँ और मामला बिगड़ जाए और ഇന്നത്തെ അവസ്ഥയിൽ സെക്യൂരിറ്റിയിലേക്ക് പ്രത്യേകം ശ്രദ്ധയുണ്ടാവണം. എന്നാൽ ആരുടെയെങ്കിലും गैर मेहमानों को മനസ്സിനെ മുറിവേൽപ്പിക്കാത്ത ഒരു രീതി അവലംബിക്കുക. ആരെയും മോശമാക്കി കാണരുത്. उनके साथ പ്രശ്നം അഥവാ അത്രയധികം സങ്കീർണമാണെങ്കിൽ തങ്ങളുടെ ഉയർന്ന ഓഫീസർമാരിലേക്ക് അത് എത്തിക്കുക. പരസ്പരം തർക്കിച്ച് പ്രശ്നം കൂടുതൽ വഷളാക്കുന്നതിന് പകരമായി बहुत से लोग क्योंकि जलसा देखने ऐसे भी आते हैं जो പ്രത്യേകിച്ച് അന്യരുമായിട്ടുള്ള അതിഥികളോട് പൊതുവിൽ അന്യരായിട്ടുള്ള അതിഥികളോട് നല്ല നിലയിലാണ് പെരുമാറുക. എന്നാൽ ചിലരെ ജനങ്ങൾക്ക് അറിയില്ല. അവരോടും എല്ലായ്പ്പോഴും വളരെ സംസ്കാരത്തോടുകൂടി പെരുമാറേണ്ടതാണ്. അത് എല്ലാവരോടും സംസ്കാരത്തോടുകൂടി പെരുമാറുമ്പോഴേ സാധിക്കുകയുള്ളൂ. ചില ആളുകൾ ജൽസ കാണാൻ വരുമ്പോൾ നിങ്ങളുടെ സ്വഭാവം കണ്ടുകൊണ്ടും സ്വാധീനിക്കപ്പെടാറുണ്ട്. और कुछ परहेजी खाने की वजह से बहरहाल तबीयत की वजह से നല്ല സ്വഭാവം തബ്ലീഗ് കൂടിയാണ്. खाना पड़ा। और अब तो अल्लाह ताला के മുമ്പ് അംഗസംഖ്യ കുറഞ്ഞപ്പോൾ बहुत उससे इख्तियार कर चुकी है। ഹദ്റത്ത് മസീഹ് മുഹമ്മദ് ഇസ്ലാം സ്വയം അതിഥികളെ സൽക്കാരം നടത്തുമായിരുന്നു. അവരോടൊപ്പം ഭക്ഷണം കഴിക്കുമായിരുന്നു. खलीफा वक्त के लिए मुमकिन नहीं है कि इस तरह साथ बैठकर खाना खाया जाए या हर एक का इनफरादी तौर पर ख्याल रखा जाए बराह रास्त। फिर इस तरह मसरूफियात और भी ज्यादा मसरूफियात हो गई हैं। എന്നാൽ പിന്നീട് അംഗസംഖ്യയുടെ വർധന വിട്ടുനിൽക്കാൻ കാരണമായി. മറ്റൊന്ന് പ്രത്യേകമായ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുള്ള ये काम होता രോഗങ്ങളും മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ कायम किया गया है कि हर ജമാഅത്തിന്റെ അംഗസംഖ്യ വളരെയധികം അധികരിച്ചിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതിനിധിയായിക്കൊണ്ട് കാലത്തിന്റെ ഖലീഫയ്ക്ക് നേരിട്ടുകൊണ്ട് ഓരോരുത്തരുടെയും ശ്രദ്ധിക്കാനോ കൂടെ ഭക്ഷണം കഴിക്കാനോ സാധ്യമല്ല. മറ്റു തിരക്കുകളും കൂടുതലായിട്ടുണ്ട്. അതിഥികളുമായി കൂടിക്കാഴ്ച വരിക ഇതും ഒരു कोशिश करनी चाहिए। ജോലിയാണ്. മറ്റു ജോലികളുമുണ്ട്. होता है कि मेहमानों के हक को अच्छी तरह अदा कर रहे होंगे। बस हर कारकुन अपने आला अखलाक के नमूने दिखाने की कोशिश करे और इसकी बहुत ज्यादा जरूरत है। आने वालों को അതുകൊണ്ട് ഈ വ്യവസ്ഥയുമായി ജീവിക്കുന്നത് ഓരോ വിഭാഗം അതിഥികൾക്കും ഏറ്റവും കൂടുതലായി സൗകര്യം ഒരുക്കുകയും തങ്ങളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റുകയും ചെയ്യണം. ഉദ്യോഗസ്ഥരിൽ കാലത്തിന്റെ ഖലീഫ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. ഈ വിശ്വാസത്തിൽ പൂർണ്ണമായും നിലനിൽക്കാൻ ഓരോ ഉദ്യോഗസ്ഥനും ശ്രദ്ധിക്കേണ്ടതാണ്. അതിഥികളുമായിട്ടുള്ള ഉത്തരവാദിത്വം നല്ല നിലയിൽ നിറവേറ്റേണ്ടതുണ്ട്. നിറവേറ്റപ്പെടും എന്ന വിശ്വാസമാണ് ഉണ്ടാവുക. ഓരോ വളണ്ടിയറുടെയും തങ്ങളുടെ ഉന്നത സ്വഭാവ ഗുണം പ്രകടിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതിന്റെ വളരെ അധികം ആവശ്യമുണ്ട്. और इसका खास तौर एहतमाम होना चाहिए। വരുന്നവർക്ക് ഇവർ കാലത്തിന്റെ ഖലീഫയുടെ വളരെ അടുത്ത് ജീവിക്കുന്നവരാണ് എന്ന ചിന്തയുണ്ട്. ये तो एक मुस्तकिल पहलू है और होना चाहिए एक അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാവിധത്തിലുള്ള നിലവാരവും ഉന്നതമായിരിക്കണം എന്ന് ചിന്തിക്കുന്നു. उसको सामने आना चाहिए। जब मैं नसीहत कर रहा हूँ तो അങ്ങനെ ഉണ്ടായിരിക്കേണ്ടതുമാണ്. ആരാധനയുടെ നിലവാരവും നന്മയുടെ നിലവാരവും ഉന്നത സ്വഭാവ ഗുണത്തിന്റെ നിലവാരവും ഓരോ ഉദ്യോഗസ്ഥനിലും ഈ കാര്യം ഓർക്കുക. കേവലം തന്റെ ഡ്യൂട്ടി ചെയ്യുക എന്നത് മാത്രമല്ല ഉത്തരവാദിത്വം, മറിച്ച് നമസ്കാരത്തിലേക്കും വിവാദത്തിലേക്കുമുള്ള ശ്രദ്ധയും ഈ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പൊതുവിൽ ഇത് ഉണ്ട്, എന്നാൽ ഇത് कोशिशें होती थी और പ്രത്യേകമായ സംവിധാനം ഇതിനായി വേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റു നന്മകളിലേക്കും ശ്രദ്ധയുണ്ടാവണം. ഉന്നത സ്വഭാവ ഗുണം പ്രകടിപ്പിക്കണം. ഇത് ജമാഅത്തിന്റെ ജോലി ചെയ്യുന്ന भी पूरी करे। ഓരോ ഭാരവാഹിയുടെയും സ്ഥായിയായ അവസ്ഥയായിരിക്കണം.
എന്നാൽ ജലസയുടെ ദിവസങ്ങളിൽ ഇത് കൂടുതൽ തെളിഞ്ഞു വരേണ്ടതാണ്. ഞാൻ ഉപദേശിക്കുമ്പോൾ റബുവിലെ ജലസയുടെ ദൃശ്യം എന്റെ മുന്നിൽ വരുന്നു. അവിടെയും 1-2 ജുമാക്ക് മുമ്പ് കാലത്തിന്റെ ഖലീഫ ഉപദേശിക്കാറുണ്ടായിരുന്നു. അവിടെയുള്ള ഓരോ അഹമ്മദിയും അവർ സേവനത്തിനായി സമർപ്പിച്ചാലും ഇല്ലെങ്കിലും ഈ ഉപദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു, വളരെയധികം പരിശ്രമിക്കുന്നു, തയ്യാറെടുപ്പ് നടത്തുന്നു. ഏതായിരുന്നാലും അവിടെ ഇപ്പോൾ അവസ്ഥ കാരണം ജലസ നടക്കാറില്ല. റബുവിലെ അഹമ്മദികളും പാകിസ്ഥാനിലെ അഹമ്മദികളെയും ദ്വായിൽ ഓർക്കുക. അള്ളാഹുയുടെ കുറവുകളും പൂർത്തിയാക്കി നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ഇംഗ്ലണ്ട് ജമാഅത്ത് ഓരോ വർഷവും മധ്യസൽക്കാരത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ പരിശ്രമിക്കാറുണ്ട് എന്നതിൽ ഒരു സംശയവും തന്നെയില്ല. ഓരോ ഉദ്യോഗസ്ഥനും ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ പരിശ്രമിക്കുന്നു. ഒരു കാലത്ത് UK-യിലെ ജമാഅത്തിന് ജലസയുടെ സംവിധാനം നടപ്പിൽ വരുത്തുന്നതിനുള്ള കഴിവും പ്രാപ്തിയും ഇല്ല എന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റത്ത് ചെയ്തതിന്റെ തുടക്കത്തിലെ വർഷങ്ങൾ മർക്കസിൽ നിന്നും സഹായം നേടുമായിരുന്നു. कमी की वजह से मजीद आज इस कमी की दूरी की वजह से और बेहतरी की वजह से और महारत हासिल करने की वजह से मजीद आजिज़ी पैदा होनी चाहिए हर कारकुन में और हर अहदेदार में. बस इसकी तरफ हमेशा तवज्जो रखें. അവിടെ നിന്നും ഏതാനും ഉദ്യോഗസ്ഥരെയും ഓഫീസിൽ സഹായിക്കാനായി വരുമായിരുന്നു. എന്നാൽ ഇന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ उससे पता लगता है कि बड़ी गहराई में जाकर माशाल्लाह हर चीज का ख्याल रखने की कोशिश की जा रही है और काम हो रहा है. अल्लाह ताला सब कारकुनों को तौफीक अता फरमाए कि वो आसन रंग में अपनी ड्यूटियां अदा करने वाले हों. ഓഫീസർമാരും ഉദ്യോഗസ്ഥന്മാരും തർബിയത്ത് ലഭിച്ചവരാണ്, ഏറ്റവും ഉത്തമമായ നിലയിൽ ജോലി ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരു കുറവ് പൂർത്തിയാക്കപ്പെട്ടു. എന്നാൽ ഈ കുറവ് പൂർത്തിയാക്കപ്പെട്ടത് കൊണ്ട്, കൂടുതൽ ഉന്നതമായതുകൊണ്ട്, പ്രാഗൽഭ്യം നേടിയതുകൊണ്ട് ഓരോ വളണ്ടിയറിലും ഹൃദയത്തിലും കൂടുതൽ വിനയം ഉണ്ടായിത്തീരേണ്ടതാണ്. ഇതിലേക്ക് എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഫ്സർ ജൽസ സാലാനയിൽ നിന്ന് ഓരോ ദിവസവും വരുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാഷാ അല്ലാഹ് വളരെ അധികം ആഴത്തിൽ ഓരോ കാര്യവും ജോലി നോക്കുന്നത് എന്നാണ്. അള്ളാഹു ഓരോ വളണ്ടിയർമാർക്കും ഏറ്റവും ഉത്തമമായ നിലയിൽ ജോലി ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും. ഒരു കാര്യം ഞാൻ ഇവിടെ പ്രത്യേകം പറയട്ടെ. ഇന്നത്തെ അവസ്ഥ കാരണം സെക്യൂരിറ്റിക്ക് പ്രത്യേകം ശ്രദ്ധ നൽകിയിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറവോ കേബിൾസോ സാധ്യമല്ല. എന്നാൽ ജലസയിൽ പങ്കെടുക്കുന്നതിനായി വരുന്നവരുടെ ആവേശത്തിനും മുറിവേൽക്കാൻ പാടുള്ളതല്ല. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഒരിക്കലും തന്നെ നിയമം കയ്യിലെടുക്കരുത്. ഇത്തരം പ്രശ്നങ്ങൾ ഹിക്മത്തോടുകൂടി പരിഹരിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ കൂടെ അതിഥികളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന അഹമ്മദികളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന അതികളുടെ പേര് മുമ്പ് തന്നെ പറയേണ്ടതാണ്. സംഘാടകരുമായി കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടതാണ്. കാരണം അതിഥികളെ കൊണ്ടുവരുന്ന അഹമ്മദികൾക്കും പരാതി ഉണ്ടാകാൻ പാടുള്ളതല്ല. സെക്യൂരിറ്റി ചെക്കിംഗ് വളരെ അധികമായി പങ്കെടുക്കുന്നതിൽ നിന്ന് തടയപ്പെട്ടു. ഒരുപാട് നേരം കാത്തിരിക്കേണ്ടതായി വന്നു. പല കാരണങ്ങൾ കൊണ്ട് തടയപ്പെടുകയും ബുദ്ധിമുട്ടിക്കുകയും ഹൃദയ വ്യഥകൾക്കും കാരണമായിത്തീരുന്നു. അതുകൊണ്ട് ഈ കാര്യവും ശ്രദ്ധിക്കുക. ഇനി അറിയാത്തവരാണെങ്കിൽ അവരെ കുറിച്ച് കൂടുതലായി വ്യാകുലതയും ഉണ്ടാകും. അതുകൊണ്ട് കൂടെ കൊണ്ടുവരുന്നവർക്ക് മുമ്പ് തന്നെ മുഴുവൻ സംവിധാനം ഉണ്ടാക്കേണ്ടതാണ്. ഇനി ഇവിടെ പൂർണ്ണമായ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ അതിന്റെ പ്രോസസ് ഓരോ അഹമ്മദിയും അതിലൂടെ കടന്നു പോകേണ്ടതാണ്. ഇത് ഉദ്യോഗസ്ഥർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ അല്ല. എന്നിരുന്നാലും ഈ ജോലി വളരെ മുമ്പ് തന്നെ നടക്കേണ്ടത് കൊണ്ട് ഇപ്പോൾ പറയേണ്ടത് അനിവാര്യമായിരിക്കുന്നു. ഇനി ഓരോ ആഴ്ചയുമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും അതിഥികളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് സംവിധാനമൊരുക്കുക. കാരണം പിന്നീട് എനിക്ക് കത്തുകൾ വരാറുണ്ട്.
कि दुनिया के ഇനി സംഘാടകർ ഏതെങ്കിലും കാരണം നിരസിക്കുകയാണെങ്കിൽ സംഘാടകരുടെ നിർബന്ധിതാവസ്ഥയും ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പരാതി പറയാൻ പാടുള്ളതല്ല. സംഘാടകരും അത്തരം പ്രശ്നങ്ങൾ ഹിക്മത്തോടുകൂടി പരിഹരിക്കേണ്ടതാണ്, ആർക്കും പരാതി ഉണ്ടാതിരിക്കുന്നതിന് വേണ്ടി. ഇത് തന്നെയാണ് നാം കാണിക്കേണ്ട ഉന്നത സ്വഭാവ ഗുണം. അതുപോലെ തന്നെ ഓരോ കാര്യവും വ്യക്തമായും പറയാൻ ആഗ്രഹിക്കുന്നു. അന്യരായ അതിഥികളെ കൊണ്ടുവരുന്ന അഹമ്മദികൾ ഈ കാര്യം ഓർക്കേണ്ടതാണ്. ലോകത്തിന്റെ പൊതുവിലുള്ള അവസ്ഥയും ചില ആളുകൾക്ക് ജമാഅത്തിനെ കുറിച്ചുള്ള ചിന്തയും കാരണം അവരെല്ലാം ഇപ്പോൾ കുഴപ്പത്തിനായി കാത്തിരിക്കുന്നു, നഷ്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അന്യരായ അതിഥികളെ കൊണ്ടുവരാൻ തുടക്കത്തിലുള്ള പരിചയമോ ഉപരിപ്ലവമായ അറിവ് കൊണ്ടോ അത്തരം ആളുകളെ അതിഥികളായി കൊണ്ടുവരാതിരിക്കുക. ഇതിൽ നിഷ്കളങ്കത പ്രകടിപ്പിക്കാതിരിക്കുക. മറിച്ച് എല്ലാ വിധത്തിലും തൃപ്തി കഴിവച്ചതിന് ശേഷം പഴയ ബന്ധം ഉള്ള ആളുകളെ മാത്രം അതിഥികളായി കൊണ്ടുവരുന്നു എങ്കിൽ അതായിരിക്കും ശരി. അത് ഞാൻ പറഞ്ഞതുപോലെ സംഘാടകരുമായി എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചതിന് ശേഷം നടപ്പിൽ വരുത്തുക. അവസാനമായി ഈ കാര്യത്തിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നു. അതിഥികളെ, പ്രത്യേകിച്ച് ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിഥികളെ സൽക്കരിക്കുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹമായി കരുതുകയും അതിന് മുമ്പത്തേക്കാൾ ഉപരിയായി ത്യാഗങ്ങൾ ആവേശം കാണിക്കുകയും ചെയ്യുക. അള്ളാഹു എല്ലാ ഉദ്യോഗസ്ഥർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏറ്റവും കൂടുതലായി ദുആയിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു ജലസയെ എല്ലാ വിധത്തിലും അനുഗ്രഹീതമാക്കി തീർക്കട്ടെ. എല്ലാ സംവിധാനവും സമയത്ത് തന്നെ പൂർത്തിയാകുകയും ഉദ്യോഗസ്ഥർ എല്ലാ സംവിധാനവും ഏറ്റവും ഉത്തമമായ നിലയിൽ നിറവേറ്റുന്നവരുമായി തീരുമാനാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.